നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു തക്കാളിക്കറി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി സവോള അരിഞ്ഞതാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അധികം സവോള ആവരുത്. ഈ സവോളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ച മണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറിയിലേക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല, മീറ്റ് മസാല മാത്രം മതിയാവും. അതില്ലെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. തക്കാളി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തേലും ചാറ് നമുക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടൊരു തക്കാളിയൊക്കെ ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി തിളച്ച് പോകാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു തക്കാളിക്കറിയാണ്.